നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് ഈ ഭൂലോകത്ത് എന്നെ നേരിട്ടെതിർക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാള് അത് നീയാണെന്ന് എന്റെ വിചാരം. പണ്ടായിരുന്നെങ്കിൽ നിന്റെ ചേച്ചി ഉണ്ടായിരുന്നു, തൃപ്പങ്ങോട്ട് സുഭദ്രാമ്മ. അവൾക്ക് എന്ത് പറ്റിയെന്ന് നിനക്കറിയാലോ. എല്ലാം അറിയാം, എല്ലാം. ആ അറിവുള്ളത് കൊണ്ടാ ഇപ്പൊ നമ്മൾ ഈ കോടതി വരാന്തയില് കണ്ടുമുട്ടിയതും. കറക്റ്റ്. ഇന്നലെ വരെ നീ ഒളിച്ചു കളിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ നീ ഏതുവരെ പോവെന്നറിയാൻ ഈ കൗണ്ടർ അഫിഡവിറ്റും ആൾമാറാട്ട കഥയൊക്കെ ആയിട്ട് കേസ് കൊടുത്തത്. ഇപ്പതാദ്യമായിട്ട് നീ ഞാനും മുഖാമുഖം കണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് നിന്നെക്കാൾ വേണ്ടത് എന്റെ സ്വന്തം മകനെയാ. അവനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ നിങ്ങൾ ചേംബറിലെത്തുമ്പോ ജഡ്ജിയോട് ചോദിച്ചാൽ മതി. ഇപ്പൊ അങ്ങോട്ട് വഴി തടാതെ മാറി നിൽക്ക്. Who the hell are you? കോട്ടയ്ക്കൽ മേഘനാഥനും തൃപ്പങ്ങോട്ട് രാധയും സംസാരിക്കുമ്പോ ഏട്ടായി കയറി വരുക. You bloody... യു ബ്ലഡി അല്ല, നീ ബ്ലഡി എന്ന് ഞാൻ പറയും. ഇത് കോടതിയാ. നിന്റെയൊക്കെ സാമ്രാജ്യമാണെന്ന് കരുതുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാൻ തയ്യാറാ. ഞാൻ ജയിലിൽ പോവാനും തയ്യാറാ. പക്ഷേ അത് നിന്നെയൊക്കെ കൊന്നിട്ടായിരിക്കും. വെരി ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പൊ കാഴ്ചയിൽ മാത്രമല്ല, പ്രകൃതത്തിൽ നീ സുഭദ്ര തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ആ പ്രതിരോധ ശക്തി നിനക്കുണ്ട്. നീ അവളുടെ പുനർജന്മം തന്നെ. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് താമസിച്ചു. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിന്നെ ഇത്രയും വളരാൻ വിടില്ലായിരുന്നു. നിന്നെ എപ്പോഴേ തീർത്തേനെ ഞാൻ. നിന്നെ മാത്രമല്ല, നിന്റെ അനുജത്തിമാരുടെ കയ്യിൽ നിന്ന് എന്റെ മകനെ ഞാൻ വീണ്ടെടുത്തേനെ. അത് മാത്രമോ ഇപ്പൊ എന്റെ ലക്ഷ്യം. നടന്നത് തന്നെ. എന്റെ കുട്ടികളുടെ അടുത്ത് നിങ്ങളുടെ നിഴലിനെ പോലും ഞാൻ അടുപ്പിക്കില്ല. മേഘനാഥ, ഈ ലോകത്ത് നിങ്ങൾക്കൊരു മകനില്ല. അവൻ എന്റെ മകനാ. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെയും സുഭദ്രാമ്മയുടെയും പരമ്പര. അവൻ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് തൃപ്പങ്ങോട്ട് തറവാടിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ച് വളരും. അവന് നിങ്ങൾ തൊടില്ല. എന്തിന്? അവനെ കാണാൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. തൃപ്പങ്ങോട്ടെ പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും പണ്ടേ നിങ്ങൾ അറിഞ്ഞതാ. അതിനിയും അറിയും. വഴി നിന്ന് മാറി നിൽക്ക. പോട്ടെ ഞങ്ങള്. സാർ, അച്ചു, കണ്ടല്ലോ തൃപ്പങ്ങോട്ട് പെണ്ണുങ്ങളുടെ കരുത്തും ധൈര്യവും. അവനെ എനിക്ക് കിട്ടി. ഇനി നീയൊക്കെ എനിക്ക് വേസ്റ്റാ. ഗുഡ് ബൈ. ഗുഡ് ബൈ ഫോർ എവർ. പാവം, ആകെ അങ്ങ് തലകറങ്ങുന്ന അവസ്ഥയായി അല്ലേ? സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മേഘനാഥൻ ഇരിക്ക്. നമുക്ക് നേർക്ക് നേരെ സംസാരിക്കാം. തൊട്ടുപോകരുത്. തൊടും. തൊടുക മാത്രമല്ല,
നഖങ്ങൾ കുത്തിയിറക്കി നിന്റെ കുടൽമാല പുറത്തെടുക്കാൻ കൂടിയാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? അമ്പലത്തിൽ മഹാരുദ്ര യജ്ഞം നടത്തിയാൽ എന്റെ ആത്മശക്തിയെ കീഴടക്കാമെന്നോ? എങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. വ്യാമോഹം മാത്രം. വ്യാമോഹമല്ല, യാഥാർത്ഥ്യം. വെറുതെ ഇരുളിൽ വന്നു നിന്ന വീരവാദം പറയാനല്ലാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ഒന്നും. അഥവാ എന്തെങ്കിലും ചെയ്യാനാകുമായിരുന്നെങ്കിൽ ഈ കാലമത്രയും ഈ മേഘനാഥൻ സർവപ്രതാപിയായി നിന്റെ ആ തറവാട്ടിൽ വാഴുമായിരുന്നില്ല. നീ വെറും ഒരു പുകയാ, ശൂന്യം. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ഒന്നും. ഈ ഒരു നിമിഷം മതി നിങ്ങൾ പുകയെന്നു പരിഹസിച്ച എനിക്ക് നിങ്ങളുടെ പ്രാണനെടുക്കാൻ. പക്ഷേ ഉടനെ ഞാനത് ചെയ്യില്ല. ഇപ്പോ ആത്മാവാണെങ്കിലും ജീവിച്ചിരുന്ന നാളുകളിൽ നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നു എന്നതിന്റെ സൗജന്യം മാത്രം. പക്ഷേ നിങ്ങൾ എന്റെ അനിയത്തിമാരിൽ ആരുടെയെങ്കിലും ദേഹത്തൊരു മണ്ണ് നുള്ളിയിട്ടാൽ അന്ന് സുഭദ്ര ഈ സൗജന്യം അങ്ങ് പിൻവലിക്കും. പിന്നെ നിങ്ങൾ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. മേഘനാഥൻ എന്നത് മനുഷ്യന് പകരം ഒരു ബലിക്കാക്കയായി പറന്നു നടക്കുമെന്നർത്ഥം. ഒന്ന് അവസാനിപ്പിക്കുന്ന നീ നെറ്റിയിലായാലും നെഞ്ചിലായാലും വാൾമുന കേറുന്നതിന് ഒരേ വേദനയാ. ഈ ശരീരത്തിൽ ഒരൽപ്പമെങ്കിലും ജീവൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അനുജത്തിമാരെ കൊന്നു തള്ളുവെന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ട് വേണം എനിക്കെന്റെ സ്വന്തം രക്തത്തെ തിരിച്ചു കൊണ്ടുവരാൻ. എനിക്കെന്റെ മകൻ കാശിനാഥനെ തിരിച്ചു വേണം. അതിനു വേണ്ടി കൊല്ലും ഞാൻ നിന്റെ പെങ്ങന്മാരെ. എന്തു പറഞ്ഞിടാ നീ? അയ്യോ, മേഘനാഥ മോനെ. സാറേ, എന്തു പറ്റി മേഘ? എന്തു പറ്റി സാറേ? എന്തു പറ്റി മോനെ? സാറേ എണീക്ക് സാറേ. മേഘ, എന്നെ കുത്തിക്കൊന്നു. ഞാൻ മരിച്ചു. കണ്ടോ ചോര? കണ്ടോ ചോര? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.